ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങൾക്കുള്ള എൻ്റെ അന്നത്തെ ഒരു ദിവസത്തെ വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിനെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ തന്നെ ആ ചക്കക്കുരു തന്നെ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് രാവിലെ തന്നെയല്ല, ഇത് ഉച്ച മുതലുള്ള വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാൻ പോകണം. കുറച്ചല്ല, ഒരു മാസത്തേക്കുള്ള സാധനം നമ്മൾ എടുക്കലാണ്. അങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നതും പിന്നെ ഉച്ചക്കത്തെ ചോറ്റിന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വീഡിയോസാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ ചക്കക്കുരു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അങ്ങനെ ചക്കെല്ലാം തിന്നതിന് ശേഷം പിന്നെ കുരു ഉണ്ടായിരുന്നു. കുരുവിനെ കൊണ്ട് വറവാക്കാന്ന് വെച്ച് അങ്ങനെ കുരുവിൻ്റെ തോലും പിന്നെ മറ്റേ മേലത്തെ തോലും പ്ലാസ്റ്റിക്കിൻ്റെ തോലും അങ്ങനെ എന്തെല്ലാം തോലെല്ലാം കളി നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ 2 വിസിലടുപ്പിക്കാം. പക്ഷേ ഞാനിട്ട അത്ര ഉപ്പ് നിങ്ങൾ ഇടാൻ നിൽക്കണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയിന്, എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കൂടുതലായിപ്പോയിന്. പിന്നെ ചക്കക്കുരു അല്ലേ, ആ തിന്ന് പിന്നെ മൈൻഡാക്കിയിട്ടൊന്നുമില്ല. കുറച്ച് നാല് ഉമ്മ എന്തെല്ലോ പറഞ്ഞിനും പിന്നെ നമ്മളതൊന്നും മൈൻഡാക്കിയിട്ടൊന്നും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് കൂടുന്നതാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. എന്നെപ്പോലെ അനാവശ്യമായിട്ട് ഉപ്പിടാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. പിന്നെ പെട്ടെന്ന് ആറ്റ വന്നതിനും ആറ്റ വരുമ്പം പിന്നെ കുറച്ച് പാലും കാബേജും ഒക്കെ ചോറ്റിനേക്ക് വന്നതാണ്. പിന്നെ പപ്പടം ഇതെല്ലാം മീനെല്ലാം വാങ്ങിക്കൊണ്ടാകുന്നതിന് പിന്നെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്ത് മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ല അടിപൊളി പിടക്കുന്ന അയിലാന്ന് വാങ്ങിക്കൊണ്ടാന്നിട്ടുള്ള. പിടക്കുന്ന അയില നമ്മളൊരു ഷോക്ക് നമ്മൾ പറഞ്ഞു തന്നു കൊണ്ടുവരുമ്പോൾ പിടക്കുന്നുണ്ടാവും. വീട്ടിലെത്തിക്കുമ്പോൾ പിടക്കുന്നുണ്ട്. പക്ഷെ നല്ല ഫ്രഷ് അയിലാണ്. അത് നമുക്ക് എന്താ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ആ ക്ലീൻ ആക്കാൻ വേണ്ടി ഞാൻ അവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പരിപ്പ് കുറച്ച് പോർത്തിയിട്ട് വെക്കാം. പരിപ്പ് കറിയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ മീൻ കറി രാവിലെ വെച്ചതുണ്ടായിരുന്നു, ആറ്റ പെട്ടെന്ന് വന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് പരിപ്പറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പരിപ്പ് നമ്മളിങ്ങനെ ഞാൻ പോർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾക്ക് നമുക്ക് എന്താ ചെയ്യുക, പരിപ്പാടുന്ന ഒരു 5 മിനിറ്റ് പോരുമ്പോൾക്ക് നമുക്ക് മീനൊന്ന് വൃത്തിയാക്കിയിട്ടെല്ലാം എടുക്കാം. പിന്നെ ചോറെല്ലാം വെച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് എടുക്കാൻ സാധനം വാങ്ങാൻ വേണ്ടി പോകാൻ ടൗണിലേക്ക് കുടിക്കോട്ടക്കേക്ക്. അങ്ങനെ പണ്ടാണ് കത്തിനെ കൊണ്ടെല്ലാം മുറിക്കൽ, ഇപ്പോൾ കത്രിക ഉണ്ടല്ലോ, എന്ത് തൊട്ടാലും കത്രിക. അങ്ങനെ കത്രികനെ കൊണ്ട് മീനെല്ലാം ഞാൻ മുറിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് മീൻ പൊരിക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ നമുക്കൊന്ന് മസാല വറുക്കാൻ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള മുളക് കൊണ്ട് പറയും. പക്ഷേ മീൻ പൊരിച്ചതിന് അന്നത്തെ ഉപ്പ് കുറച്ച് കൂടിപ്പോയിന്. അന്ന് എന്താണെന്നറിയില്ല, ഉപ്പിനെ കൊണ്ടെന്തൊരു ഏറ് കളിയും അന്നത്തെ ദിവസം. പക്ഷെ മൈൻഡാക്കിയിട്ടൊന്നുമില്ല. ഉമ്മ നല്ലോണം ഉമ്മാരെ വായന നല്ലോണം കേട്ടിന് ഉപ്പിൻ്റെ എപ്പം നീ അടുക്കളയിൽ കഴിഞ്ഞാൽ ഉപ്പിൻ്റെ കീടാന്ന് അങ്ങനെയാണെന്നെല്ലാം എൻ്റെ ഉമ്മ കുറേ കൽമല ചെയ്ത്. പക്ഷെ അത് ഞാൻ ഒട്ടും മൈൻഡാക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നൊരു കൽമ്പാന്ന് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് അധികം ഉപ്പ് കൂടും. പിന്നെ അധികം ഞാൻ അനിയത്തിനോടാന്ന് പറയൽ ഉപ്പിട്ടെടുത്ത്. ഉപ്പ് കണ്ടാലെന്നറിയില്ല, എനിക്ക് എന്തെങ്കിലും ഒന്നറിയണ്ട വലിയൊരു എന്തോ ഒരു സംഭവം കിട്ടിയപോലെ അന്ന് ഉപ്പിൻ്റെ പൊടി കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഇതാ ഞാൻ മസാലയിൽ പൊരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ കരിയേമ്പിൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ പൊട്ടാണ്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ വിശ്വാസം ഇപ്പോൾ എനിക്ക് അതേപോലെ തന്നെ ഫലിച്ചിട്ട് കണ്ടിട്ടുണ്ട്. മീൻ നമ്മൾ മറിച്ചിടുമ്പോൾ പൊട്ടുമൊന്നും ചെയ്യില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ മീൻ കിട്ടും. പിന്നെ തല ഉമ്മാക്ക് ഇഷ്ടമാണ് തല പൊരിച്ചത്. അങ്ങനെ ഉമ്മാക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 തല പൊരിക്കുന്നത്. പിന്നെ മീൻ നമുക്ക് എല്ലാവർക്കും ഓരോന്ന് പൊരിച്ചിട്ടെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഉമ്മാനെ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ എടുക്കുമ്പോൾ കിച്ചണിൽ ഉമ്മ കാണുന്നുണ്ട്. ഇന്നത്തെ ഉമ്മാനെ കാണൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ നല്ല അടിപൊളി തിരക്കിലാണ്. മോൻ്റെ ഓള് വരുന്നതുകൊണ്ട് ഉമ്മ എന്ത് ചെയ്ത് ആങ്ങളുടെ ഭാര്യ വരുന്നതുകൊണ്ട് ഉമ്മ കുറച്ച് കോലപ്പം മുറിച്ചപ്പം ചുടുന്നുണ്ട്. അങ്ങനെ ആറ്റാൻ്റെ മോളാണ് ഇത് പരത്തുന്നത്. ഓളിതാ മറ്റേ ഇന്ത്യൻ്റെ മാപ്പും മറ്റേ എന്തെല്ലാം മാപ്പെല്ലാം ആക്കിയിട്ടാണ് ഓൾ പരത്തുന്നത്. നമ്മൾ പിന്നെ മൈൻഡാക്കാൻ നിന്നിട്ടില്ല, നമുക്ക് അത്ര താല്പര്യമില്ലേ കോലപ്പാക്കുന്നത്. ആറ്റാൻ്റെ മോളുണ്ടായതുകൊണ്ട് ഓളെ കൊണ്ടാണ് നമ്മൾ പരത്തിക്കുന്നത്. ഓൾക്കും പരത്താനൊന്നും അറിയില്ല. ഓൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ആക്കിയിട്ട് പരത്തുന്നല്ലുണ്ട്. ഓള് പരത്തിൻ്റെ കോലങ്ങൾ അപ്പുറം കണ്ടാൽ തിരിയും നിങ്ങൾക്ക് കണ്ടാ. ഒന്ന് ഇന്ത്യൻ്റെ മാപ്പ് ഉണ്ട്, ഒന്ന് മറ്റേ എന്തെല്ലാം വിധത്തിലാണ് ഉള്ളത്. അങ്ങനെ ഇതാ ഓള് പരത്തിയിട്ടെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കറി വെക്കാൻ വേണ്ടി കരിയേമ്പിലില്ലാത്തതുകൊണ്ട് ഞാൻ കരിയേമ്പിൽ പൊട്ടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിനേനു. പിന്നെ ഉമ്മ കോലപ്പാടുന്ന് പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ പൊരിക്കുന്ന വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല സാധനം വാങ്ങാൻ വേണ്ടി പോകണമെന്ന്. പിന്നെ കരിയേമ്പില കണ്ടോക്കുമ്പോൾ പിന്നെ ഒന്നും തിരിയുന്നില്ല, തേച്ച് പൊട്ടിച്ചിട്ടല്ലേ ഞാൻ പോകുന്നുണ്ട്. നല്ലത് മാത്രമേ ഞാൻ പൊട്ടിക്കുന്നുള്ളൂ. ബെടുക്കല്ല നല്ല മൂത്തോട്ട കരിയേമ്പില ഞാൻ അട വെക്കുന്നുണ്ട്. അതാ കത്തല്ല കണ്ണിന് ഒരു പിടിക്കില്ല. നമുക്ക് നല്ല ഫ്രഷ് സാധനമൊക്കെ കണ്ണിന് പിടിക്കും. അങ്ങനെ ഇതാ പരിപ്പ് കറി കാച്ചണം, പിന്നെ ചക്കക്കുരു കാച്ചണം. അങ്ങനെ കുറച്ച് കാച്ചാനും വേണ്ടിയിട്ടാണ് ഞാൻ കറിവേപ്പില പറിച്ചിട്ടുള്ളത്. ഇനി ചക്കക്കുരു എല്ലാം വെന്തിട്ടെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകും പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ടതിന് ശേഷം ചക്കക്കുരു ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചക്കക്കുരു നേരത്തെ വേപ്പിച്ചിട്ട് വെച്ചത് നമുക്ക് അതിലേക്ക് ഇടാം. പിന്നെ നമ്മറ്റില്ല ഉപ്പിൻ്റെ കട്ടേനും കാണുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും തോന്നില്ല, കാണുമ്പോൾ നല്ല ടേസ്റ്റായിട്ടാണെന്ന് തോന്നും. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ചക്കക്കുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട, ചോറിന് അത് മാത്രം മതി. ചക്കക്കുരു പപ്പടം ഉണ്ടെങ്കിൽ അന്നത്തെ ചോറ് വയ്ക്കാൻ വേണ്ടി അത് മതി.
ഇതാ ചക്കക്കുരുവിൻ്റെ നീരെല്ലാം ഒന്ന് ഇറങ്ങുന്നവരെ നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കാൻ അവിടെ കത്തിക്കാം. കണ്ട മീൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊട്ടാണ്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടേ ചെയ്യില്ല, നല്ല അടിപൊളി സ്മെല്ലും ഉണ്ടാവും. പിന്നെ ഞാൻ ചക്കക്കുരുവിൻ്റെ അതുമായി മീൻ പൊരിച്ചത് അല്ലെങ്കിൽ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് കറി വെക്കലാണ്. അതിൻ്റെ അടുക്കാൻ ആറ്റാൻ്റെ മോളാന്ന് വീഡിയോസ് എടുത്തിരുന്നത്. ഓളങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മറുപടിയൊക്കെ ഞാൻ ഫസ്റ്റ് റെക്കോർഡ് കൊടുക്കേണ്ട വീഡിയോസ് എടുക്കാമെന്ന് വെച്ച്. പിന്നെ പിള്ളേർതും പിന്നെ ഉമ്മാൻ്റെ അപ്പം ചുടുന്നതിൻ്റെ കുറച്ച് ഒച്ചപ്പാടും പിന്നെ ചക്കക്കുരുവിന് കുറച്ച് ഉപ്പ് കൂടി എൻ്റെ അനക്കുന്നതാണ്. എൻ്റെ കലമ്പുന്ന സൗണ്ടിൽ അവിടെ കേൾക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ എന്ത് ചെയ്ത് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതവിടെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ മീൻ പൊരിച്ചതിൻ്റെ കുറച്ച് മുളക് പൊടി ഉണ്ടായിരുന്നു. അതിനെ പരിപ്പിലിടാന്ന് വെച്ചിട്ട് പരിപ്പിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട ശേഷം ഞാൻ വേപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ പരിപ്പറി ആക്കുന്നതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും പരിപ്പറി ആക്കാനറിയാം, എല്ലാം നിങ്ങൾക്ക് ആക്കാനറിയാം. എന്നാലും ഞാൻ എൻ്റെ അന്നത്തെ ഒരു ദിവസത്തെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞുതരാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഇതാ പരിപ്പറിലായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വേഗം ചോറും വെച്ചിട്ട് കുടിക്കോട്ടൊക്കെ ടൗണിൽ സാധനം വാങ്ങാൻ വേണ്ടി പോക്കാന്ന്. അങ്ങനെ ഇതാ ആറ്റിയും പിന്നെ ഇത്താത്തൻ്റെ മോനും ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. അതിന് ഹസ്ബൻഡിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ചോറ് വെച്ച് കഴിയാനാരാന്ന് ഓറ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചോറെല്ലാം വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല മയക്കുള്ളൊരു കോളുണ്ടായി, നല്ല കാറ്റെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ചോറെല്ലാം വെച്ച് കുറച്ച് സമയം പുറത്തെല്ലാം ഇരുന്ന് ടൗണിലേക്ക് ടൗണിൽ പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് മഴൻ്റെ ഒരു കാലാവസ്ഥ കണ്ടിട്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറിനേനും. പിന്നെ മോന് സ്കൂളിൽ വിട്ട് വന്ന് ഓന് വീട്ടിൽ നിന്ന് മഴൻ്റെ ഇതെല്ലാം കണ്ടി കുറച്ച് ഡാൻസെല്ലാം കളിക്കുന്നുണ്ട്. പിന്നെ ഓൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുള്ള കുറച്ച് കളി ഓവറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞാനും മക്കളും പിന്നെ അനിയത്തെല്ലാം കൂടി സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോയിന്. ടൗണിലേക്ക് ഓറ് വന്നുകൊണ്ട് നമ്മളവിടെ കീച്ചേരാന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കുടിക്കട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ സാധനത്തിന് ആദ്യം അവിടെ വിളിച്ച് പറഞ്ഞുകൊണ്ട് സാധനം അവിടെ എടുത്ത് വെച്ചിനേനും. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പൊതുവേ നമ്മൾ മക്കളെ കൂട്ടലില്ല. അന്നത്തെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകാൻ വേണ്ടി ലേറ്റ് ആയിന്. പിന്നെ അവരും വേക്കിൽ തന്നെ വന്ന് അവിടെ വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാനും പറ്റിയിട്ടില്ല. അവരാണ് പച്ചക്കറി എടുത്തെടുത്തും ആക്കലും എന്ന് പറഞ്ഞാൽ പീടിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് ഇടങ്ങാറാക്കി വെച്ചിനേനും. പിള്ളേരെ പൊതുവേ ഞാൻ കൂട്ടലില്ല. അന്നത്തെ ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് കൂട്ടാൻ വേണ്ടി കൂട്ടിയതാണ്. അങ്ങനെ നമ്മൾ സാധനം വാങ്ങുന്ന വീഡിയോസിലുണ്ടായിന്, നോക്കുമ്പോൾ എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. എൻ്റെ അടുത്ത് ഒരു വീഡിയോസും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടായിട്ടില്ല. പിന്നെ അനിയത്തിൻ്റെ മോൻ്റെ മുടിയും മുറിക്കണം. ഒന്നാമത് അതാണ് ഓൻ വരുന്നാണ്ടിട്ടാണ് ഇവരും വന്നത് വേക്കിൽ തന്നെയാണ്. നമ്മൾ കുടിക്കോട്ടെ വയനാട് സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങൽ. അങ്ങനെ ഇത് സാധനം വാങ്ങി നേരെ മുടി മുറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് ഓഗസ്റ്റ് 15 മക്കൾക്ക് കുറച്ച് കൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങണം. അങ്ങനെ അതിനും കൂട്ടി മക്കളങ്ങ് കൂട്ടി. പിന്നെ ചെരുപ്പ് വാങ്ങാനുണ്ട് അതിന് മക്കൾക്ക്. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്നാൽ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.